നിങ്ങൾ ഈ സമയത്ത് ഏതോ ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് കൺഫ്യൂസ്ഡ് ആണ് വെച്ചാ നമ്മൾക്ക് ഈ റീഡിങ് ചെയ്ത് നോക്കാം എന്താണ് മെസ്സേജസ് വരണമെന്ന് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം കാർഡ്സ് എടുക്കാൻ പോകുന്നുണ്ട്. കാർഡ്സ് യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് മെസ്സേജ് തരണത് നമ്മൾക്ക് നോക്കാം. അപ്പൊ ഇവിടെ വന്നിരിക്കണ എന്താ വെച്ചാ ബി അസേർട്ടീവ് എന്ന് വെച്ചാ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഒരു ഹിന്റ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ തീരുമാനം എടുക്കണ്ടേന്ന്. നിങ്ങളുടെ മനസ്സ് ഓൾറെഡി നിങ്ങളോട് ഈ തീരുമാനം പറഞ്ഞിട്ടുണ്ട്, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല. നിങ്ങൾ വേറെ ആൾക്കാരുടെ കാര്യങ്ങൾ, വേറെ ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഒക്കെ എടുത്തിട്ട് നീയും കൺഫ്യൂസ് ആവുകയാണ്. അതുകൊണ്ട് ബി അസേർട്ടീവ്. നിങ്ങളുടെ മനസ്സിൽ എന്താ വെച്ചാൽ അതന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ്ഗസ്റ്റ് ഫ്രണ്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയണ വെച്ചാൽ അതിനെ ട്രസ്റ്റ് ചെയ്ത് മുമ്പോട്ടേക്ക് പോവുക. ചിലപ്പോൾ നമ്മൾക്ക് എല്ലാത്തിലും ഒരു ഗ്യാരണ്ടീഡ് ഔട്ട്കം നമ്മൾക്ക് ഉണ്ടാവില്ല ലൈഫിൽ. ചിലപ്പോൾ നമ്മൾക്ക് ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ടി വരും ആൻഡ് മുമ്പോട്ടേക്ക് പോകേണ്ടി വരും. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയേണ്ടത് എന്താ വെച്ചാൽ റീകൺസിഡർ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു തീരുമാനം എടുക്കാണ്ട് ഇങ്ങനെ ഒരു സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് റീകൺസിഡർ ചെയ്യാനാണ് പറയണത്. എന്താ വെച്ചാൽ ഇവിടെ എന്തായാലും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. നിങ്ങൾ ഇത് ഡിലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇവിടെ ഞാൻ കാണുന്നത് നോ നീഡ് ടു വറി എന്നാണ്. അപ്പോൾ വരി ചെയ്യേണ്ട ഒട്ടും ആവശ്യമില്ല. യൂണിവേഴ്സ് പറയണത് ഇവിടെ നിങ്ങൾ എന്താ തീരുമാനം എടുക്കണ വെച്ചാൽ നിങ്ങളുടെ മനസ്സ് എന്താ പറയണ വെച്ചാൽ അത് ഫോളോ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് യെസ് ആണ്. യെസ് കാർഡ് വന്നിരിക്കണു. അപ്പോൾ യെസ്, ഇത് ഒരു സക്സസ് ആവും. നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായി മുമ്പോട്ടേക്ക് പോവാം. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ്സിൽ യെസ് എഴുതുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.